നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 നവംബർ മാസം 22-ാം തീയതി 1200 ആണ്ട് വൃശ്ചിക മാസം 7-ാം തീയതി വെള്ളിയാഴ്ച. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നത് ആയില്യ നക്ഷത്രമാണ്. ആയില്യ നക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതല്ല. ഇപ്പോൾ ദിവസം അനുകൂലപ്രദമാണ്, നല്ല ദിവസമാണ് എങ്കിൽ പോലും ഇന്നത്തെ നക്ഷത്രം നല്ലതല്ല. ആയില്യ നക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതല്ല. ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ നക്ഷത്രമല്ല. അതുപോലെ തന്നെ ജ്യോതിഷ ശാസ്ത്ര പ്രകാരവും ആയില്യം നക്ഷത്രം അത്ര കണ്ട് നല്ല നക്ഷത്രമല്ല. നമുക്കിന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ ഫലം, ആയില്യ നക്ഷത്രം വൃശ്ചിക മാസത്തിലെ ആയില്യ നക്ഷത്രം വന്നിട്ടുള്ളവർക്ക് പക്ഷെ നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായ ദിവസമാണ്. കാരണം ശുക്രൻ്റെ ബന്ധം നിൽക്കുന്ന കാലഘട്ടമാണ്. ഇന്ന് ശുക്രനാണ്. ശുക്രൻ വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ ശുക്രൻ്റെ ദിവസമാണ്. അപ്പോൾ നമുക്കൊരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ സൗഭാഗ്യപ്രദമായ അവസ്ഥകളെ കൊടുക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ശുക്രൻ ശരിക്ക് വളരെ ഗുണത്തെ കൊടുക്കുന്ന ദശാനാഥനാണ്. പ്രധാനമായിട്ട് വിവാഹം നടക്കാത്തവർക്ക് വിവാഹം, അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രോബ്ലംസൊക്കെ ആയിട്ട് നിൽക്കുന്നവർക്ക് അതെല്ലാം സോൾവ് ചെയ്യപ്പെടും. മക്കളെ കല്യാണം നടക്കാതെ വിഷമിച്ചിരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും മക്കൾക്ക് നല്ല വിവാഹം ലഭിക്കും. ഇങ്ങനെ കുറേ സന്തോഷപ്രദമായ അവസ്ഥ, വാഹനം വാങ്ങാനോ വസ്തു മേടിക്കാനോ വീട് വെക്കാനോ ഒക്കെ തുരിയുന്നവർക്ക് വളരെ ഐശ്വര്യപ്രദമായ അവസ്ഥയെ പ്രദാനം ചെയ്തു തരും. അപ്പോൾ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് നല്ലതാണെങ്കിൽ പോലും ഇന്നത്തെ ദിവസത്തെ നോക്കുമ്പോൾ അത്ര നല്ലത് ദിവസം കൊള്ളില്ലെങ്കിൽ നമുക്ക് അടുത്ത ദിവസം കാര്യങ്ങൾ ചെയ്യാം. ഒരു വർഷമൊക്കെ കൊള്ളാതെ വന്നാൽ വലിയ പാടാണ്. അതുപോലെ തന്നെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ രാഹുകാലത്തിന് പ്രാധാന്യം കൊടുക്കണം. 10:44 തൊട്ട് ആണ് രാഹുകാലം തുടങ്ങുന്നത്. 10:30-ക്കല്ല, 10:44 തൊട്ട് ശരിക്ക് 12:14 വരെ രാഹുകാല സമയമുണ്ട്. രാഹുകാല സമയം യാത്രാദി കാര്യങ്ങൾക്ക് അനുകൂലപ്രദമല്ല. അതുപോലെ നമുക്ക് ഒരു കാര്യത്തിനും കൊള്ളാത്ത 2 സമയങ്ങളാണ് ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. അതിൽ ഗുളികകാല സമയം വരുന്നത് രാവിലെ 7:52 തൊട്ട് 9:18 വരെയും യമകണ്ഠകാല സമയം 3:03 തൊട്ട് 4:30 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. എങ്കിലും ഇന്ന് ദിവസം കൊള്ളൂല എന്ന് ഞാൻ പറഞ്ഞു, നല്ല നക്ഷത്രമല്ല എങ്കിൽ പോലും ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വന്നാൽ നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കാം. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:47 തൊട്ട് 12:35 വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. ഈ സമയം വളരെ ഭാഗ്യദായകമായ സമയമാണ്. നമുക്കെന്ത് കാര്യത്തിനും എടുക്കാം. ഇന്നും ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വീട്ടിൽ നിൽക്കുന്നവരാവട്ടെ പുറത്ത് പോകുന്നവർ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. ശരിക്ക് റെഡ് കളറോ അല്ലെങ്കിൽ ചുവന്നമായിട്ട് ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള വസ്ത്രധാരണം ചെയ്യുന്നത് നല്ലതാണ്. ഇല്ലാത്തവർ കുറിയൊക്കെ തൊടുന്നവരാണെങ്കിൽ കുങ്കുമം നെറ്റിയിൽ തൊടുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിടവരും. നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി കൂട്ടാൻ സഹായിക്കും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.